അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമസ്തയുടെ മദർസകളിൽ 7ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ പാദവാർഷിക പരീക്ഷയുടെ താരീഖിന്റെ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കാൻ പോകുന്നത്. ഒന്നാമതായി വഫ്ഫിഖ്, യോജിപ്പിക്കാനാണ്. 1 അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, 2 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന, 3 അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കൂഫ, 4 ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹംബലി, 5-മത്തത് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു മിസ്ർ. ഇതാണ് ഇപ്പുറത്തെ കോളത്തിൽ നിന്ന് യോജിപ്പിച്ച് പൂരിപ്പിക്കാൻ. 2-മത്തത് തമ്മീം ബിമാ യുനാസിബുൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം. ആദ്യമായി ബ്രാക്കറ്റ് വായിക്കുന്നു. ഹിജറ 95, ഹിജറ 150, ഹിജറ 80, ഹിജറ 179, ഹിജറ 150. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജനന വർഷം ഹിജറ 80-ലാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജനന വർഷം എന്നാണ് ഹിജറ 95. 3-മത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്ത് വർഷം ഏതാണ്? ഹിജറ 150. 4-മത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്ത് വർഷം ഏതാണ്? ഹിജറ 179. 7-മത്തത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനന വർഷം ഹിജറ 150-ആണ്. ഇനി 3-മത്തെ എന്താണ്? കമ്മിൽ പൂരിപ്പിക്കുക. അതിലൊന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യഥാർത്ഥ പേരെന്താണ്? നുഅ്മാൻ. 2-മത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരെന്താണ്? ഇമാമുൽ ആളം. 3-മത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരെന്താണ്? ഹമ്മാദ്. 4 ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ പേരെന്താണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച ഗ്രന്ഥം ഏതാണ്? മുവത്ത ആണ്. ഇനി 4-മത്തെ അജീബുത്തരം എഴുതുക. ചോദ്യം 1, സ്വഹാബികളെ കാലശേഷം ദീനീ നിയമങ്ങൾക്ക് ആരെയായിരുന്നു ആശ്രയിച്ചിരുന്നത്? സ്വഹാബികളിൽ നിന്നും ദീൻ നേരിട്ട് പഠിച്ച താബിഈകളെ. ചോദ്യം 2, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നേരിൽ കണ്ട സ്വഹാബി ആരെയാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ. 3-മത്തെ ചോദ്യം, തന്റെ മകന്റെ ഉസ്താദിന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സമ്മാനമായി നൽകിയത് എന്താണ്? 1000 ദിർഹം. 5-മത്തെ ചോദ്യം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പേരെന്താണ്? അസദ് ഗോത്രത്തിലെ ആലിയ. 5-മത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാർ ആരൊക്കെയാണ്? ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു, യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇനി 5-മത്തെ എന്താണ്? ബയ്യൻ, വിശദീകരിക്കുക. അതിലൊന്ന്, ഹദീസ് പറയുന്നതിന് മുമ്പ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരുങ്ങിയിരുന്നു എങ്ങനെ? കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്തിരുന്നു. 2-മത്തെ ചോദ്യം, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഷാഫിഈ ഇമാം എന്ത് പറഞ്ഞു? കർമ്മശാസ്ത്ര വിഷയത്തിൽ ഭൂമിയിലുള്ള എല്ലാവരും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന്. ഇനി 6-മത്തത് മൻ ഖാല ലിമൻ ഖാല, ആരുടെ പറഞ്ഞു എന്നതാണ് ചോദ്യം. അതിലൊന്ന്, ഇത് നബിയുടെ പള്ളിയാണ്, ഇവിടെ ശബ്ദമുയർത്തി സംസാരിക്കരുത്. ആരാ പറഞ്ഞത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആരോടാ പറഞ്ഞത്? ഖലീഫ അബൂ ജഅഫർ എന്നിവരോടാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ ചോദ്യം 7-മത്തെ കമ്മിൽ പൂരിപ്പിക്കുക. ഇന്നൽ ഇസ്നാദ മിനദ്ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഷാഅ. ഇതാണ് പൂരിപ്പിക്കാനുള്ളത്. അല്ലാഹു നന്നായി പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.